ഹലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ചാപ്റ്റർ, അതായത് +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ പാർട്ട് 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ബ്രഷിംഗ് അപ്പിലേക്ക് പോകാം. എംപെരിക്കൽ ഫോർമുല. എന്താണ് എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്? ഒരു കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള വേരിയസ് ആറ്റംസിനെ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ആൻഡ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമുക്കതിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് എംപെരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യം എംപെരിക്കൽ ഫോർമുല കാൽക്കുലേഷൻ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിളിലൂടെ നോക്കാം. ഓക്കെ. A compound contains 4.07% hydrogen, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96 gram. What are its empirical and molecular formulas? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആൻസേഴ്സ് നോക്കാം. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ്, തന്നിരിക്കുന്ന മാസ് പെർസെൻറ്റേജിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ടോട്ടൽ കോമ്പൗണ്ട് 100 ഗ്രാംസിലാണുള്ളത് എന്നൊരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ മാസ് പെർസെൻറ്റേജിനെ ഗ്രാംസിലേക്ക് എഴുതാൻ ഈസി ആയിരിക്കും. ഇപ്പോൾ 4.07% ഹൈഡ്രജൻ, അതിനെ നമ്മൾ ഗ്രാംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4.07 gram ഓഫ് ഹൈഡ്രജൻ ആൻഡ് 24.27% കാർബൺ, ദറ്റ് ഇസ് 24.27 grams ഓഫ് കാർബൺ, 71.65% chlorine, that is 71.65 grams of chlorine. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായി ദാറ്റ് ഈസ് മാസ് പെർസെൻറ്റേജിനെ നമ്മൾ ഗ്രാംസാക്കി കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ്, കൺവേർട്ട് ഇൻ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് എലമെൻറ്റ്. ഓക്കെ. നമുക്കിനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം ഈ ഓരോ എലമെൻസിൻ്റെയും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റെപ്പ് 1 ചെയ്തപ്പോൾ നമുക്ക് ഓരോ എലമെൻസിൻ്റെയും റെസ്പെക്റ്റീവ് മാസസ് ഇൻ ദാറ്റ് കോമ്പൗണ്ട് കിട്ടിയില്ലേ? ആ കിട്ടിയ മാസ് ഡിവൈഡഡ് ബൈ ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ്. അങ്ങനെ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. നോക്കിയേ, മോൾസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽസ് 4.07. 4.07 എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് 4.07 ആണ് കിട്ടിയത്. ഡിവൈഡ് ബൈ 1.008, അത് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസാണ്, ഇസ് ഈക്വൽസ് 4.04. അത് സിമിലർലി മോൾസ് ഓഫ് കാർബണും മോൾസ് ഓഫ് ക്ലോറിനും കണ്ടു. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് ചെയ്തപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റി. അപ്പോൾ സ്റ്റെപ്പ് 2 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. സ്റ്റെപ്പ് 3, ഡിവൈഡ് ദ മോൾ വാല്യൂ ഒബ്റ്റെയിൻ എബവ് ബൈ ദ സ്മോളസ്റ്റ് നമ്പർ. അതായത് ഒന്നുമില്ല, നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചില്ലേ, അപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ വെച്ചിട്ട് ബാക്കി എല്ലാവരെയും അങ്ങനെ ഡിവൈഡ് ചെയ്യുക. അതായത് നമുക്ക് ഇവിടെ കിട്ടിയതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2.021 ആണല്ലേ. അപ്പോൾ ആ 2.021 വെച്ചിട്ട് 4.04നെയും 2.01നെയും 2.01നെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടും. 2:1:1 എന്ന് കിട്ടി. ഓക്കെ. സ്റ്റെപ്പ് 4, ഇനി നമുക്ക് എംപെരിക്കൽ ഫോർമുല എഴുതാം. എങ്ങനെ എഴുതുന്നു? ഇപ്പോൾ നമ്മൾ കുറച്ച് വൃത്തിക്കായിട്ട് സി നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ 2.021 ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് വരുന്നത്. അപ്പോൾ സി 1 ആണ്. സോ സി H2 വന്നു. ബിക്കോസ് 4.04നെ നമ്മൾ 2.021 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 വരും. സോ C1H2. ക്ലോറിൻ 2.021 ആയിരുന്നു. സോ 2.021 ഡിവൈഡ് ബൈ 2.021 ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെയാണ് കിട്ടുന്നത്. സോ ക്ലോറിനും 1. സോ ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ എംപെരിക്കൽ ഫോർമുല. സോ നമ്മൾ സ്റ്റെപ്പ് 1 to 4 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. എംപെരിക്കൽ ഫോർമുല വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയും തീർന്നിട്ടില്ല, മോളിക്കുലർ ഫോർമുലയും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള 2 സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. 2 അല്ല, ആക്ച്വലി 3 സ്റ്റെപ്പ് ഉണ്ട്. 3 സിമ്പിൾ സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എംപെരിക്കൽ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ആ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന എംപെരിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? നമുക്ക് അവരുടെയൊക്കെ അറ്റോമിക് മാസസ് അറിയാമല്ലോ. അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യേണ്ടടുത്ത് ആഡ് ചെയ്യുക. ഓക്കെ. CH2Cl, C 12.01 പ്ലസ് 2 × 1.008 പ്ലസ് 35.453 is equals 49.48 grams. അപ്പോൾ എംപെരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് മോളാർ മാസ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും?
അത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടല്ലോ, പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് തന്നേക്കുന്ന മോളാർ മാസിനെ എംപെരിക്കൽ ഫോർമുല മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 98.96 ഗ്രാം ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 49.48 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ഇസ് ഈക്വൽസ് 2 എന്ന് കിട്ടി. അടുത്തത് എന്താണ്? എംപെരിക്കൽ ഫോർമുലേനെ നമ്മൾ n വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n ഏതാണ്? എംപെരിക്കൽ ഫോർമുല മോളാർ മാസ് ഡിവൈഡ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടിയില്ലേ, അതാണ് നമ്മുടെ n. സോ എംപെരിക്കൽ ഫോർമുലേനെ നമ്മൾ n വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് കിട്ടിയ എംപെരിക്കൽ ഫോർമുല വാസ് CH2Cl. സോ CH2Cl ഇൻറ്റു 2 ചെയ്യുമ്പോൾ മോളിക്കുലർ ഫോർമുല കിട്ടുന്നു, ദാറ്റ് ഈസ് C2H4Cl2. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഈസി അല്ലേ? സ്റ്റോയിഷ്യോമെട്രി ആൻഡ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻ. ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണോ? അല്ലല്ലേ, സിമ്പിളല്ലേ? നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി, ചിലപ്പോൾ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, CH4 + O2 gives CO2 + H2O. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? അല്ലേ, ബാലൻസ്ഡ് അല്ലേ? അല്ല, അൺബാലൻസ്ഡ് ആണ്. നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സൊല്യൂഷൻ നോക്കാം. ആദ്യം നമ്മൾ കാർബണിൻ്റെ കാര്യം നോക്കണം. നോക്കിക്കേ, കാർബൺ ലെഫ്റ്റ് സൈഡിൽ 1, റൈറ്റ് സൈഡിൽ 1. അപ്പോൾ കാർബൺ ഓക്കെയാണ്, കാർബൺ രണ്ട് സൈഡിലും ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതി. കാർബണിൻ്റെ കാര്യം ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ആരുടെ കാര്യം നോക്കണം? ഹൈഡ്രജൻ്റെ കാര്യം നോക്കണം. നമ്മൾ ഓരോ തവണ ഇക്വേഷൻസ് ഓരോരുത്തരായിട്ട് ബാലൻസ് ചെയ്ത് വരുമ്പോൾ ആ എഴുതിയ പുതിയ ഇക്വേഷനായിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ കാർബണിനെ ബാലൻസ് ചെയ്ത് എഴുതിയ ആ ഇക്വേഷൻ അത് വേണം നമ്മൾ നോക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ആളാരാ? ഹൈഡ്രജൻ. ഹൈഡ്രജൻ നോക്കിക്കുക, ലെഫ്റ്റ് സൈഡിൽ 4 നമ്പേഴ്സ്, റൈറ്റ് സൈഡിലോ 2 നമ്പേഴ്സ്. അയ്യോ, ബാലൻസ്ഡ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വലുതിനെ നമുക്ക് ചെറുതാക്കാൻ പാടാണ്, അപ്പോൾ നമുക്ക് ചെറുതിനെ വലുതാക്കാം. അപ്പോൾ നമുക്ക് 2നെ 4 ആക്കാം. 2നെ 4 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 2നെ 4 ആക്കാൻ എന്ത് ചെയ്യും? ഒരു 2 വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലേ. അപ്പോൾ നമുക്ക് ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്ത് എഴുതിയ ഇക്വേഷൻ നോക്കിക്കേ, CH4 + O2 gives CO2 + 2H2O. അപ്പോൾ ഹൈഡ്രജനും ബാലൻസ്ഡ്. ഇനി നമ്മൾ ഈ എഴുതിയ ഇക്വേഷനെ വെച്ച് വേണം നോക്കേണ്ടത് അല്ലേ. ഇനി നമ്മൾ ആരെ ബാലൻസ് ചെയ്യേണ്ടത്? ഓക്സിജനെ. ഓക്സിജൻ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിലോ 2 + 2 = 4. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 ഓക്സിജൻ, റൈറ്റ് സൈഡിൽ 4 ഓക്സിജൻ. അയ്യോ, എഗൈൻ ബാലൻസ്ഡ് അല്ല. നമ്മളിനി ബാലൻസ് ചെയ്യണം. അപ്പോൾ വലുതിനെ ചെറുതാക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ചെറുതിനെ വലുതാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2നെ 4 ആക്കാൻ എഗൈൻ ഒരു 2 വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടുന്നു? CH4 + 2O2 gives CO2 + 2H2. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷനും ലാസ്റ്റ് നമുക്ക് കിട്ടിയ ഇക്വേഷനും അൺബാലൻസ്ഡും ബാലൻസ്ഡും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ നോക്കിയാൽ എല്ലാവരും ബാലൻസ്ഡ്, എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബാലൻസ് ചെയ്യേണ്ടത്. സോ നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ തന്നാൽ, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നാൽ നമ്മൾ അത് കണ്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, 1 mole of CH4 reacts with 2 moles of O2 to give 1 mole of CO2 and 2 moles of water. ആ 1 എന്നുള്ളത് ഇൻഡിജർ, CH4നോ CO2നോ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടില്ല, പക്ഷെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അടുത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത്? 1 molecule of CH4 reacts with 2 molecules of O2 to give 1 molecule of CO2 and 2 molecules of H2O. ഇനി നമുക്കിതിനെ മാസ് വൈസ് പറയാം.
16 gram of CH4 reacts with 2 into 32 gram of oxygen to give 44 grams of CO2 and 2 into 18 grams of H2O. സോ നമ്മളൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോഴാണ് ഈ ഒരു നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആക്ച്വലി വരുന്നത് ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോഴാണ്. നോക്കിയാൽ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ഗ്രാംസ് produced by the combustion of 16 gram of methane. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വേണം അല്ലേ, മീത്തേൻ്റെ കമ്പഷൻ്റെ. അത് നേരത്തെ നമ്മൾ കണ്ട അതേ ഇക്വേഷനാണ്. CH4+2O2 gives CO2 + 2H2O. ഒരുപക്ഷെ നിങ്ങൾക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ മനസ്സിൽ ഓർമ്മ വന്നില്ല, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു CH4+O2 gives CO2 + H2O എന്നുള്ള ഇക്വേഷൻ എങ്കിലും അൺബാലൻസ്ഡ് ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിയിട്ട് ശേഷം ബാലൻസ് ചെയ്യുക. ഇനി നമുക്ക് എന്തൊക്കെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞ ആ 3 പോയിൻറ്റ്സും നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക, എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഗ്രാംസ് ആണ് നോക്കേണ്ടത്. 16 gram ഓഫ് മീത്തേൻ കമ്പഷൻ നടക്കുമ്പോൾ, അപ്പോൾ 1 mole ഓഫ് മീത്തേൻ കമ്പഷൻ നടക്കുമ്പോൾ 2 moles ഓഫ് വാട്ടർ തരുന്നു അല്ലേ. അതായത് 16 gram ഓഫ് മീത്തേൻ കമ്പഷൻ നടക്കുമ്പോൾ എത്രമാത്രം വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു? അപ്പോൾ നമുക്ക് സിംപ്ലി എങ്ങനെ എഴുതാം? 2 moles ഓഫ് വാട്ടർ അല്ലേ, അപ്പോൾ 2 into 18. വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 18. അപ്പോൾ 2 moles ഓഫ് വാട്ടർ ആയതുകൊണ്ട് 2 into 18 = 36 grams. അപ്പോൾ 16 gram ഓഫ് മീത്തേൻ കമ്പഷൻ നടക്കുമ്പോൾ 36 grams ഓഫ് വാട്ടർ കിട്ടി. കഴിഞ്ഞു ആ ക്വസ്റ്റ്യൻ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. How many moles of methane are required to produce 22 gram of carbon dioxide in grams after combustion? അപ്പോൾ ഇവിടെയും നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വേണം. അപ്പോൾ ഇനി നമുക്ക് ആ ഇക്വേഷൻ വെച്ച് മനസ്സിലാക്കാം. നോക്കിക്കേ, 1 mole ഓഫ് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു എപ്പോഴാണ്? 1 mole ഓഫ് മീത്തേൻ കമ്പഷൻ നടക്കുമ്പോൾ. അതായത് 16 gram ഓഫ് മീത്തേൻ കമ്പഷൻ ചെയ്യുമ്പോൾ നമുക്ക് 44 grams ഓഫ് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നു. ഇങ്ങനെ നമ്മൾ ഗ്രാം വൈസ് പറയുന്നത് നിങ്ങൾക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ അറിയാം എന്നുള്ള വിശ്വാസത്തിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് അറിയായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ മാസൊക്കെ ബൈ ഹാർട്ടഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ. ഇപ്പോൾ 44 gram ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് 1 mole ആണ് അല്ലേ. റൈറ്റ് സൈഡിലേക്കുള്ള ആരോ നോക്കിയാൽ 44 grams കറസ്പോണ്ട്സ് ടു 1 molecule. ബട്ട് 44ൻ്റെ പകുതിയാണ് 22. അപ്പോൾ 44 പകുതിയായി 22 grams ആകുമ്പോൾ അത് എത്ര മോളായി മാറുന്നു? 1ൻ്റെ പകുതി, 1 moleൻ്റെ പകുതി, ദാറ്റ് ഈസ് 0.5 mole. ആൻസർ കിട്ടി. ഇനി നിങ്ങൾ ആ ആൻസർ, നിങ്ങളുടെ ആ കൺക്ലൂഷൻ കറക്റ്റായിട്ട് എഴുതുക. ദാറ്റ് ഈസ് ഹെൻസ് 0.5 mole കാർബൺ ഡയോക്സൈഡ് വുഡ് ബി ഒബ്റ്റെയിൻഡ് ഫ്രം 0.5 mole മീത്തേൻ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 0.5 mole ഓഫ് മീത്തേൻ വുഡ് ബി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 gram കാർബൺ ഡയോക്സൈഡ്. സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റായിട്ട് വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ലിമിറ്റിംഗ് റിയേജൻറ്റ്, അതായത് രണ്ടോ രണ്ടിൽ കൂടുതലോ റിയാക്റ്റൻസ് ചേർന്ന് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റ് മേ ബി അത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ള അത്ര എമൗണ്ടിൽ പ്രസൻറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പം അങ്ങനെ ആ ഒരു റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന ആ ഒരു റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ എങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. Okay, 50 gram of nitrogen and 10 gram of hydrogen are mixed to produce ammonia. So calculate the ammonia formed in grams and identify the limiting reagent in the production of ammonia in this situation. Step 1. Chemical equation balance ചെയ്യുക. അറിയാമല്ലോ നിങ്ങൾക്ക്, നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് അമോണിയ. ആദ്യം നമുക്ക് നൈട്രജനെ നോക്കാം. നൈട്രജൻ ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിൽ എത്രയുണ്ട്? 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2 ആഡ് ചെയ്തു. ഇനി നമ്മൾ ആ ഇക്വേഷനെ വെച്ച് വേണം ഹൈഡ്രജനെ ബാലൻസ് ചെയ്യേണ്ടത് അല്ലേ. ഇനി ഹൈഡ്രജൻ നോക്കി, ലെഫ്റ്റ് സൈഡിൽ 2, ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിലോ 2 into 3, ദാറ്റ് ഈസ് 6 ഹൈഡ്രജൻസ് പ്രസൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള 2 ഹൈഡ്രജൻസിനെ 6 ആക്കി മാറ്റണം.
അപ്പോൾ 2-നെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആവും? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആവും. സോ 3H2, 3 into H2, അപ്പം ബാലൻസ്ഡ് ആയി. അപ്പോൾ N2 + 3H2 ഗീവ്സ് 2NH3. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്തു. ഇനി കൺവേർട്ട് ടു നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഒക്കെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. സോ 50 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 28. 28 ആണ് നൈട്രജൻ്റെ മോളിക്കുലർ മാസ്. അപ്പോൾ 1.78 മോൾസ്. അതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ്, ദാറ്റ് ഇസ് 10 ഡിവൈഡ് ബൈ 2.016. സോ 4.96 മോൾസ്. ഇനി നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ, നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതിയ ഇക്വേഷൻ പ്രകാരം 1 മോൾ നൈട്രജൻ റിക്വയർസ് 3 moles of hydrogen to produce 2 moles of ammonia. ഓക്കെ, അതായത് 1.78 മോൾ ഓഫ് നൈട്രജന് എത്ര ഹൈഡ്രജൻ വേണം? ദാറ്റ് ഈസ് 1.78 into 3. അത്രമാത്രം മോൾസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടെങ്കിലേ റിയാക്ഷൻ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ നോക്കിയാൽ 1.78 into 3 എന്ന് പറയുമ്പോൾ 5.34 മോൾസ് ആണ്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ നോക്കിക്കേ, എത്ര മോൾസ് ഓഫ് ഹൈഡ്രജനെ നമുക്കുള്ളൂ? 4.96 മോൾസേ ഉള്ളൂ. പക്ഷെ നമുക്ക് എത്ര വേണം? 5.34 വേണം. അപ്പോൾ ഹൈഡ്രജൻ അല്ലേ ഇവിടെ ആവശ്യത്തിനില്ലാത്തത്. സോ ഈ ഒരു റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഹൈഡ്രജൻ ആണ്. ഓക്കെ, സോ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കാൻ പറയുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ബേസിക് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ് വുഡ് ബി ഈസി. സോ ഇനി ഒരു കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അതും കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ബൈ ഹാർട്ട് ആവും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.